കൊച്ചിയിലെത്തിയ കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ലാമയെ കാണാതായതിന്റെ ഉത്തരവാദി ആരെന്ന ഹൈക്കോടതിയുടെ ചോദ്യം. കേസിലെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ കോടതിയുടെ നിർദ്ദേശം. എസ് രാഗിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, എന്താണ് കോടതി പറഞ്ഞത്, ചോദിച്ചത് പോലീസിനോട്? സൂരജ് ലാമയുടെ മകൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇന്ന് വന്നത്. ആ ഘട്ടത്തിൽ പോലീസ് ഇങ്ങനൊരു മൃതദേഹം കിട്ടിയിട്ടുണ്ട്, സൂരജ് ലാമയുടേതാണെന്ന് സംശയമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അസ്വസ്ഥപ്പെടുത്തുന്ന വിവരമാണ് എന്നതാണ് കോടതി ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത്. അതിനുശേഷം സൂരജ് ലാമയെ അവസാനം CCTV ദൃശ്യം ലഭിച്ച പരിസരത്ത് നിന്നാണ് ഈ ബോഡി കിട്ടിയത് എന്ന കാര്യവും പോലീസ് അറിയിച്ചു. അദ്ദേഹത്തെ ആരാണ് നേരത്തെ ആശുപത്രിയിലാക്കിയത് എന്ന കാര്യം പോലീസിനോട് കോടതി ചോദിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുത്തതല്ലേ ലാമയെ നേരത്തെ ആശുപത്രിയിലാക്കിയത്, പിന്നെ എങ്ങനെയാണ് അവിടെ നിന്ന് പോയത് തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചത്. അങ്ങനെ അവിടെ ആശുപത്രിയിൽ എത്തിയത് മുതൽ ഇതുവരെ ഉള്ള വിവരങ്ങളുടെ മിനിറ്റ് ബൈ മിനിറ്റ് എങ്ങനെയാണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ വേണം എന്നതാണ് കോടതി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് പോലീസിന്റെ മൂക്കിന് തുമ്പിൽ നടന്ന കാര്യമല്ലേ എന്ന കാര്യം ചോദിച്ചു. എന്നിട്ടാണോ പിന്നീട് ശബരിമലയിൽ അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയത്? ഇതിലും ഭേദം അദ്ദേഹം ദുബായിൽ തന്നെ നിന്നാൽ മതിയായിരുന്നല്ലോ എന്ന് കോടതി വാക്കാൽ പരാമർശിച്ചു. ഇതോടൊപ്പം തന്നെ ഈ മൃതദേഹം ലാമയുടേതാണെന്ന് സ്ഥിരീകരിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് പോലീസിനോട് കോടതി പറഞ്ഞിട്ടുണ്ട്. VIP-കളെ സംരക്ഷിക്കേണ്ടതല്ല പോലീസ്, അല്ലെങ്കിൽ അതുമാത്രമല്ല പോലീസിന്റെ ചുമതല എന്ന കാര്യവും കോടതി ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം സാധാരണക്കാരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കണമെന്ന കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട്. സാധാരണ തുറസായ സ്ഥലത്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യവും കോടതി എന്തുകൊണ്ടാണ് തുറസായ സ്ഥലങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് എന്ന കാര്യമാണ് കോടതി പ്രധാനമായും ചോദിച്ചിരിക്കുന്നത്. അവിടെ ഒരു ബാരിക്കേഡ് പോലും ഇല്ല. അങ്ങനെ മുകളിൽ നിന്ന് ആരെങ്കിലും താഴേക്ക് എറിഞ്ഞാൽ പോലും ഇങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ പോകാം. അതുകൊണ്ട് ഈ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കണം എന്ന കാര്യമാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. രൂക്ഷ വിമർശനം പോലീസിന് നേരെ ഉണ്ടായിട്ടുണ്ട്. മറ്റന്നാൾ ഈ ഹർജി പരിഗണിക്കും എന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസ് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കാനും കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ശരി.